ജില്ലാ കലോത്സവത്തിന് ആലത്തൂരിൽ തുടക്കം. കൗമാര സർഗോത്സവത്തിന് തിരിതെളിഞ്ഞു. ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജിതര മത്സരങ്ങൾ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിൽ ശനിയാഴ്ച ആരംഭിച്ചു. ജില്ലയിൽ നിന്ന് 12 സബ് ജില്ലകളിൽ നിന്നായി 75 ഇനങ്ങളിൽ 1000-ലധികം കുട്ടികളാണ് സ്റ്റേജിതര മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 28 വേദികളിലായാണ് രചനാ മത്സരം. വിദ്യാഭ്യാസ ഡയറക്ടർ TM സലീന BV പതാക ഉയർത്തി. UP, HS, HSS വിഭാഗങ്ങളുടെ ചിത്രരചന, കാർട്ടൂൺ, കൊളാഷ്, കഥ, കവിതാരചന തുടങ്ങി 82 മത്സരങ്ങൾ നടത്തും. ഞായറാഴ്ച മത്സരങ്ങളില്ല. തിങ്കളാഴ്ച രാവിലെ എല്ലാ വേദികളിലും മത്സരങ്ങൾക്ക് തുടക്കമാവും. 1, 2, 3, 4 തീയതികളിലാണ് സ്റ്റേജ് തര മത്സരങ്ങൾ. 17 വേദികളിലായി 325 ഇനങ്ങളിൽ 7000 പ്രതിഭകൾ മാറ്റുരയ്ക്കുക. ആലത്തൂരിലും പരിസരങ്ങളിലുമുള്ള GHSS, BSS ഗുരുകുലം, ഹോളി ഫാമിലി, പുതിയംഗം GUPS, A4 ഓഡിറ്റോറിയം, IDS ഓഡിറ്റോറിയം, ആലത്തൂർ മദ്രസ ഹാൾ, ജമാഅത്തെ പള്ളി ഓഡിറ്റോറിയം എന്നീ വേദികളിലാണ് മത്സരം നടക്കുന്നത്. ഡിസംബർ 1-നും 4-നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. രചനാ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ അവരുടെ രക്ഷിതാക്കൾ ആലത്തൂരിലെത്തിയിട്ടുണ്ട്. ജില്ലാ കലോത്സവ നടത്തിപ്പിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയതായി കലോത്സവ കമ്മിറ്റി കൺവീനർ ഷാജി തെക്കേതിൽ പറഞ്ഞു. 17 സ്റ്റേജിലായിട്ട് തിങ്കളാഴ്ച കാലത്ത് 9 മണിക്ക് തന്നെ മത്സരങ്ങൾ ആരംഭിക്കുകയും അതേപോലെ വൈകുന്നേരം 5 മണിക്ക് ASMM സ്കൂളിൽ വെച്ചിട്ട് ഒന്നാമത്തെ സ്റ്റേജിലൂടെ ഉദ്ഘാടനം കലോത്സവത്തിൻ്റെ നടക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട കലക്ടറാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിട്ടയോടെയാണ് കലോത്സവത്തിന്റെ ഏകോപനമെന്ന് KPST ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ അറിയിച്ചു. ആലത്തൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാലക്കാടിൽ സ്വർണ്ണക്കപ്പ് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പ്രദേശമാണ് ആലത്തൂർ. അപ്പോൾ ഇവിടെ വെച്ചാണ് ജില്ലാ കലോത്സവം നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രോഗ്രാം കമ്മിറ്റിക്ക് വിശ്വാസമുണ്ട്. ഈ വർഷത്തെ സ്വർണ്ണക്കപ്പിനുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം 1 പോയിന്റിനാണ് നമുക്ക് സ്വർണ്ണക്കപ്പ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഏറ്റവും നല്ല ജഡ്ജസും അതുപോലെ തന്നെ നല്ല ക്രമീകരണങ്ങളാണ് പ്രോഗ്രാം കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്. അതിൽ യാതൊരു വിട്ടുവീഴ്ചകളും ഇല്ല. ഇന്ന് കൃത്യം 10 മണിക്ക് തന്നെ നമുക്ക് രചനാ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു. അത് പ്രോഗ്രാം കമ്മിറ്റിയുടെ മുന്നൊരുക്കത്തിനൊരു ഭാഗമായിട്ടാണ്. തിങ്കളാഴ്ചയും ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് പ്രോഗ്രാം കമ്മിറ്റി പ്രവർത്തിക്കുക. സ്റ്റേജിന്റെ പ്രത്യേകതയെക്കുറിച്ചും ജഡ്ജിമാരുടെ മികവിനെക്കുറിച്ചും വിദ്യാഭ്യാസ വകുപ്പിലെ അനൂപ് വിശദീകരിച്ചു. എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നു. പിന്നെ പറഞ്ഞ മാതിരി തന്നെ തിങ്കളാഴ്ചയാണ് എല്ലാ സ്റ്റേജുകളും കാര്യങ്ങളും ASM കാര്യങ്ങളെല്ലാം മത്സരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാ ക്രമീകരണങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു. അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തിട്ടുമുണ്ട്. എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഇന്ന് ഇവിടെ മാത്രമേ ഉള്ളൂ പരിപാടികൾ. ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും തിങ്കളാഴ്ച മുതലാണ് 1, 2, 3, 4 എന്നീ ദിവസങ്ങളിലാണ് നടത്തി വരുന്നത്. എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ. ആലത്തൂർ BSS ഗുരുകുലം ആദ്യമായാണ് ജില്ലാ കലോത്സവത്തിന് വേദിയാകുന്നത് എന്ന് പ്രിൻസിപ്പൽ വിജയ് V. ആനന്ദ് പറഞ്ഞു. കഴിഞ്ഞ ഈ 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ആലത്തൂരിലേക്ക് ജില്ലാ കലോത്സവം എത്തിയിരിക്കുന്നത്. ഗുരുകുലത്തെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടാണ് ഒരു വെന്യൂ ആയി മാറുന്നത്. ഏറെ സന്തോഷമുണ്ട്. കൂടാതെ നമുക്കറിയാം ആലത്തൂർ എന്ന് പറയുമ്പോൾ BSS ഗുരുകുലത്തിൻ്റെ പ്രസൻസ് കലോത്സവത്തിൽ കഴിഞ്ഞ 12 വർഷം കൊണ്ട് സംസ്ഥാനത്തെ മികച്ച സ്കൂളാണ്. കൂടാതെ കഴിഞ്ഞ ഏതാണ്ട് 25 വർഷം കൊണ്ട് ജില്ലയിലെ തന്നെ മികച്ച സ്കൂളാണ്. അപ്പോൾ കലോത്സവത്തിൻ്റെ കുട്ടികളുടെ സ്പിരിറ്റ്, കുട്ടികൾ എത്രമാത്രം അതിൽ ഇൻവോൾവ് ചെയ്യുന്നു, അതിനോടൊപ്പം അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു വിദ്യാലയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ജില്ലയിലെ മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നുമെല്ലാം വരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ രക്ഷിതാക്കൾ, അധ്യാപകർ, ഒരുപാട് സന്തോഷമുണ്ട്. ഗുരുകുലത്തെ സംബന്ധിച്ച് BSS ഫാമിലി ഇന്ന് വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളെ ഏവരെയും വരവേൽക്കുന്നത്. മികച്ച കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർ സംസ്ഥാന തലത്തിലേക്ക് പോകാൻ വേണ്ടി ഇവിടുത്തെ ജഡ്ജ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. കൂടാതെ ഇവിടെ വരുന്നവർക്കെല്ലാം എല്ലാവിധ ആശംസകളും BSS ഫാമിലിയിൽ നിന്നും നേരുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. UTV ന്യൂസ്, പാലക്കാട്.